ഇത് പ്രശ്നം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ടയർ മാറ്റിയുള്ളൂ. നീ എടുക്കാൻ ഇങ്ങനെ എന്തിരിയുണ്ട് പോകാനും പറ്റിയിട്ട്. എന്റെ പൊന്നപ്പി നിന്നെ എത്ര ദിവസം കൊണ്ട് കാണണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. എന്തോന്ന് പറയാ നീയൊക്കെ അഭിനയിച്ച് തള്ളണത്. നീ ഒരു രക്ഷയില്ല കേട്ടോ. നിന്റെ അഭിനയം സത്യമായ നീ സിനിമയിൽ കയറേണ്ട ആളാണ്. ഞാൻ നേരത്തെ നാടകത്തിലേക്ക് ഉണ്ടായിരുന്നു. സത്യം സംഭവമുണ്ട്. ഞാൻ സത്യം പറയല്ല, നിന്നെ ഒന്ന് കണ്ട് മറ്റേമാർ രണ്ടുപേരെ പേരെന്താ? രതീഷും റിയാസ് പട്ടിയൂർക്കാവ്. എന്റെ പൊന്നാപ്പി അവന്മാര് പോരാ കേട്ടാ, പോരാ, രണ്ടെണ്ണം പോരാ. അവരാണ് എന്റെ മെയിൻ ആൾക്കാർ. പിന്നെ അവർ അഭിനയിക്കാൻ ഇപ്പൊ രണ്ടുപേരും സിനിമയിലുണ്ട്. സിനിമയിൽ പോയേക്കാണ്. സിനിമയിലാ? അവരിപ്പോ സിനിമയിൽ അഭിനയിക്കാൻ പോയേക്കാണ്. എന്നെ എത്ര പ്രാവശ്യം വിളിച്ച് സിനിമയിൽ. എടാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരാളുണ്ട്, വിളി. ആര്? ഞാൻ തന്നെ, വേറെ ആര്? ഓ ആണോ? എവിടെ പോയിട്ടാണ്? എന്റെ പൊന്നപ്പി നിന്നെ എത്ര ദിവസം കൊണ്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചിരിക്കണത്. എന്താ ചെയ്യണം? ഒരു രക്ഷയില്ലടാ നിങ്ങളെ അഭിനയം. വേറെ രണ്ടുമാരുണ്ടല്ലോ, അനിലാലും റിയാസും. എന്റെ അവന്മാര് പോരാട്ടോ. അവന്മാര് ഞാൻ ഇപ്പൊ കണ്ടപ്പോഴും നിന്റെ കേസ് പറഞ്ഞേ ഉള്ളൂ. അഭിനയ ചക്രവർത്തി എന്നെക്കാളും അവര് കമന്റ് ഒക്കെ അവർക്കാണ് കൂടുതൽ. പോരാ, കയറി വരാറുണ്ട് അവന്മാര്, ഒരുപാട് കയറി വരാറുണ്ട്. നിന്റെ അഭിനയം വെച്ച് നോക്കുമ്പോ അവന്മാരെ കമ്പയർ ചെയ്യാൻ പറ്റൂല. അവന്മാരെ മാറ്റി കേട്ടോ. നമ്മളൊരു ടീം മാറ്റി ചെയ്യണല്ലേ, അതിൽ കാര്യമില്ല. വേറെ ഒരാളുണ്ട് നല്ല രീതിയിൽ. ഞാൻ തന്നെ ഞാൻ ചെയ്യുമെന്നാ. പിന്നെ എത്ര സിനിമയിൽ വിളിച്ചെന്നെ വിളി നോക്ക്. അവരുടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അവന്മാരുടെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, നീ വിളി നോക്കിട്ട് വിളി. ഓ ശരി. ഒരുത്തനെ അഭിനയിക്കാൻ അറിഞ്ഞു, ഒരു തേങ്ങ അറിഞ്ഞൂടെ. എന്നിട്ട് റീൽസ് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട്. റീൽസ് അവൻ്റെ പേരെന്താ? സൂര്യ. ഒരു ക്യാമറയും കൊണ്ട് നടക്കണം. പിന്നെ ഉണ്ട് രതീഷ്, അനില്ല. രണ്ടെണ്ണത്തിനെ കൈ കിട്ടി. മറ്റേവനെയും കൂടെ കിട്ടണം. കിയാസ അവൻ്റെ പേരെന്തിരി? അവനെയും കൂടെ കൈ കിട്ടിയിട്ട് ഒന്ന് യവന്മാരെ തെറ്റിക്കണം. നല്ല പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അവന്മാർക്ക്. റെഡിയാക്കി കൊടുക്കാം.